ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊക്കെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, ഹൈപ്പ് ചെയ്യാൻ മറക്കില്ലെന്ന് വിചാരിക്കും. അപ്പോൾ വായനാ മത്സരമായിരുന്നു, അതിന് പോയി. അതിൻ്റെ സമാപനമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ബുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് ബുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് പൊളിച്ച് നോക്കാം, ആ പാക്കറ്റ് പൊളിച്ച് നോക്കാം. പിന്നെ അവിടെ നിന്നൊരു ചായയും പഴംപൊരിയും കഴിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, പക്ഷേ എൻ്റെ നടത്തം സ്പീഡിലായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എത്തി. പിന്നെന്താ, കൂടെ ഉള്ളവർക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് ഒരേ നാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ബസ് കയറുന്നതിന് മുന്നേ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ചെരുപ്പൊക്കെ വാങ്ങുകയാണ്, ഇടുന്നു, അഴിക്കുന്നു. നമ്മൾ കട്ടപ്പോസ്റ്റ്. ഇറ്റ്സ് ഓക്കെ ഗൈസ്, അതൊരു വിഷയമല്ല നമുക്ക്. പിന്നെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെരുപ്പുകൾ നോക്കുന്നുണ്ട്. വാങ്ങാനല്ല, നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ്, നല്ല വിലയുണ്ട്. ഏറ്റവും മിനിമം 500 രൂപയാണ്. എൻ്റെ സ്വാഭാവികമായ പിശുക്കത്തരം കാരണം ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്റ്റേഷനറി ഐറ്റംസ്, ന്യൂസ് പ്രിൻ്റൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു, കൂടെ പോയി. പിന്നെ ബസ് കയറി, സ്റ്റോപ്പെത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി തടയണമല്ലോ ആസ് യൂഷ്വൽ. അപ്പോൾ കുറച്ച് സ്നാക്സ്, ചായക്കടികൾ വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ പുത്രി ഞാൻ കവറുകളൊന്നും ഇല്ലാതെ വീട്ടിൽ പോയാൽ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി പാട്ടൊക്കെ കേട്ട് പതുക്കെ നടന്നങ്ങ് പോയി. വീട്ടിലെത്തിയിട്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഈ കിട്ടിയ ബുക്കൊന്ന് നോക്കണമല്ലോ. അത് എഴുതിയിട്ട് ബുക്ക് നോക്കി. ഇതിൻ്റെ വായിച്ചിട്ട് ഞാൻ റിവ്യൂ എന്തെങ്കിലും പിന്നെ ഇടാം. പിന്നെ ക്ഷീണമായിപ്പോയി ഗൈസ്, ഇത്രയും പോയി വന്നാലേ. അപ്പോൾ അവിടെ നിന്ന് കുടിച്ച ചായ പോരാതെ ഞാൻ വീണ്ടും ഒരു കട്ടനിട്ട് കുടിച്ചു. വാങ്ങിയ സ്നാക്സ് കഴിക്കണമല്ലോ, അതിനൊന്നും അപമാനിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഫലാഫിൽ എന്നാണ് പറയുക. എണ്ണമയൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എന്തായാലും കൊള്ളാം. വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും, പരിപ്പിൻ്റെയും വെളുത്തുള്ളീൻ്റെ. നിങ്ങളാരും കഴിച്ചിട്ടുണ്ടോ? നൈസാണ്. പിന്നെ എൻ്റെ പുത്രി അച്ഛനോട് പിണങ്ങിയിട്ട് സാഡായിട്ടിരിക്കുകയാണ്. പിന്നെ എന്നോടും പിണങ്ങി. എന്തിനാണെന്ന് എനിക്കിപ്പോൾ ചോദിച്ചാൽ ഓർമ്മയില്ല. അതൊരു ദിവസം ഒരു 10-100 പ്രാവശ്യം തെറ്റും. അപ്പോൾ ഞാൻ ഫ്ലൈയിങ് കിസ് കൊടുത്തതിന് അത് തുടച്ച് കളയണം. ആ കിസ് അവിടെ എത്തിയോണ്ട് തുടച്ച് കളയണം. അങ്ങനെ പിന്നെ ഞങ്ങൾ മിണ്ടി. പിന്നെ TV കണ്ടിരിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് പഴംപൊരി എന്നാണ് വീണ്ടും പറയുന്നത്, മസാല ദോശ കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. സ്വാമി ശരണം, ഇനി കുറേ കാലത്തേക്ക് മസാല ദോശ വീഡിയോസ് ആയിരിക്കും കേട്ടോ വരിക, ക്ഷമിക്കൂ ഗൈസ്. അപ്പം പിന്നെ എൻ്റെ കുറച്ച് അറിയാലോ, ഓൾവേസ് കണ്ണാടി കണ്ടാൽ കളിക്കുന്ന കുറേ കളികൾ. പിന്നെ ഞാൻ മസാല ദോശ കഴിക്കില്ല, നെയ്റോസ്റ്റ്. നെയ്റോസ്റ്റ് മോളും നെയ്റോസ്റ്റ്. പിന്നെ ഏട്ടൻ മസാല ദോശ, ചട്നി, വെള്ള ചട്നി, പിന്നെ ചമ്മന്തി, വെളുത്തുള്ളി ചമ്മന്തി, പിന്നെ സാമ്പാർ. പിന്നെ അത് വരുന്നൊരു സമയം കൊണ്ട് ഞങ്ങൾ അമ്മയും മോളും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ കഴിപ്പ് തുടങ്ങി. ഒരുപാട് സമയം എടുക്കും കഴിച്ച് കഴിഞ്ഞാൽ. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പം അതിനകത്ത് വന്നിട്ടുള്ളൊരു കമൻറ്റാണ്, നിൻ്റെ ഈ നുണക്കുഴി നാച്ചുറലായിട്ടുള്ളെങ്കിൽ നല്ലതായിരുന്നു, ഇത് നീ കരിവാരി തേച്ചതല്ലേ എന്നും പറഞ്ഞിട്ട് കമൻറ്റ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഇത് കരിവാരി തേച്ചാൽ എൻ്റെ മുഖത്ത് പിമ്പിൾസിൻ്റെ പാട് വന്നുകൊണ്ട് അതങ്ങനെ തോന്നുന്നതാണ്. എൻ്റെ നുണക്കുഴി അതേപടി എൻ്റെ പുത്രിക്കും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കരിവാരി തേച്ച് കൊടുത്തതല്ല ഗൈസ്, നിങ്ങളുടെ പ്രത്യേക അറിയിപ്പ്. നാച്ചുറലായിട്ട് കിട്ടിയ സാധനമാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് വിടും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫുഡ് മുഖ്യം. അങ്ങനെ ഇത് കഴിച്ച് തീർത്ത് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി രാത്രി ഭക്ഷണം വേണ്ടല്ലോ. പിന്നെ സാമി ഇവിടെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു കുഞ്ഞു വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ബൈ.